കേരള രാഷ്ട്രീയം വീണ്ടും ഒരു വൻ ഭൂകമ്പത്തിന് കാതോർക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ കേരളത്തിലെ പ്രസ്ഥാനത്തിന് കേവലം ദിവസങ്ങളല്ല, മറിച്ച് ചരിത്രപരമായ ചില തിരുത്തെഴുത്തുകളുടെ സമയമാണ്. എല്ലാവരും ഒരേ സ്വരം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം: KPCCയുടെ അമരത്തേക്ക് അടുത്തതായി വന്നിറങ്ങാൻ പോകുന്ന ആ അപ്രതീക്ഷിത നായകൻ ആര്? ഡൽഹിയിലെ അടച്ചിട്ട മുറികളിൽ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം ഹൈക്കമാൻഡ് അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയാണ്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേരിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മുൻപ് VD സതീശനെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന അതേ അപ്രതീക്ഷിത ശൈലി, അതേ സസ്പെൻസ് നിറഞ്ഞ തന്ത്രങ്ങൾ തന്നെയായിരിക്കും KPCC അധ്യക്ഷന്റെ കാര്യത്തിലും ഡൽഹി പുറത്തെടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ വലിയ രാഷ്ട്രീയ ചെസ് കളിയിൽ എല്ലാവരുടെയും കണ്ണുകൾ ഉറ്റുനോക്കുന്നത് ഒരൊറ്റ മുതിർന്ന നേതാവിലേക്കാണ്. ഹൈക്കമാൻഡിന് മുന്നിൽ ഇന്നും അന്തിമ വാക്കാവുന്ന രാഷ്ട്രീയത്തിലെ ആ ഭീഷ്മാചാര്യൻ ആരാണെന്ന് അറിയാമോ? മുതിർന്ന നേതാവ് AK ആന്റണി. അതെ, ഡൽഹിയുടെ ഇടനാഴികളിൽ ഇന്നും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, ഹൈക്കമാൻഡ് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ തീരുമാനത്തിന് പിന്നിൽ ആന്റണിയുടെ കൈകളുണ്ടാകും. പാർട്ടിയിലെ ഏത് വലിയ കൊടുങ്കാറ്റിലും അന്തിമ തീരുമാനമെടുക്കാൻ ആന്റണിയുടെ ആ ഒറ്റ നിർദ്ദേശം മതിയാകും. സംഘടനയുടെ അടിത്തട്ട് കൃത്യമായി അറിയാവുന്ന ആന്റണി ചൂണ്ടിക്കാണിക്കുന്ന ആ പേരിനായിരിക്കും ഈ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൂക്കമുണ്ടാകാൻ പോകുന്നത്. ഒപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാക്കുകളും നിർണായകമാണ്. ഒറ്റപ്പേര് നിർദ്ദേശിക്കാൻ കഴിഞ്ഞാൽ അത് അംഗീകരിക്കാമെന്ന് ഡൽഹി പറയുമ്പോഴും ഒരു പോരാട്ടമില്ലാതെ ഒറ്റപ്പേരിലേക്ക് എത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ലെന്നത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ പേരുകൾ അടങ്ങിയ ഒരു അന്തിമ ചുരുക്കപ്പട്ടികയാവും കൈമാറുക. ഇത്തവണ കസേരയിലെത്തുന്നയാൾ സർക്കാരുമായി പൂർണ്ണമായും യോജിച്ചു പോകുന്ന ആളാകണമെന്ന കർശന നിബന്ധനയുണ്ട്. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് VM സുധീരൻ ഉയർത്തിയ വെല്ലുവിളികളും സർക്കാരിനുണ്ടാക്കിയ തലവേദനകളും പാർട്ടിയുടെ മനസ്സിൽ ഇന്നും മായാതെയുണ്ട്. മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതോടെ സണ്ണി ജോസഫും അനിൽകുമാറും വിഷ്ണുനാഥും പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചതോടെ ആ കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും ആന്റോ ആന്റണിയും, മറുവശത്ത് യുവത്വത്തിന്റെ ചോരത്തെടുപ്പുമായി ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും. തലമുറ മാറ്റത്തിന്റെ പുതിയൊരു കാറ്റ് വീശുമെന്ന് പ്രതീക്ഷയിലാണവർ. ഒപ്പം KC ജോസഫും ഹസനും വാഴക്കാനും വരെ ഈ നിരയിലുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിന്റെ സർവ്വബലങ്ങളും AK ആന്റണിയുടെ ആ നിർണായകമായ നിർദ്ദേശവും ആർക്ക് അനുകൂലമാകും? അമരത്തേക്ക് ആ അപ്രതീക്ഷിത താരം വന്നിറങ്ങുമോ എന്ന് കാത്തിരുന്നു കാണാം.